കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി സീറ്റുകൾ കേരള കോൺഗ്രസിൽ നിന്നും ഏറ്റെടുക്കാൻ കോൺഗ്രസ് നീക്കം. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ ഈ മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. UDF സംസ്ഥാന നേതൃത്വത്തെ DCC ആവശ്യം അറിയിക്കും. പ്രചരിക്കുന്നത് അഭ്യൂഹമാണെന്നും കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ കേരള കോൺഗ്രസ് മത്സരിക്കുമെന്നും മോൻസ് ജോസഫ് MLA മീഡിയ വണ്ണിനോട് പറഞ്ഞു. പാർട്ടിക്ക് നിലവിലുള്ള പ്രാതിനിധ്യം നിലനിർത്തി കിട്ടുക എന്നുള്ളതാണ്. കൂടുതൽ സീറ്റ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ച് UDFനെ ഒരു ബുദ്ധിമുട്ടിലാക്കുന്നതിനോട് പാർട്ടി യോജിക്കുന്നില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം അനുവദിച്ച് കിട്ടിയതും പാർട്ടി മത്സരിച്ചതുമായ 10 സീറ്റുകളും ഇപ്രാവശ്യവും നിലനിർത്തി കിട്ടുക എന്നുള്ളതാണ് പാർട്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റാൻഡ്. ജോസി ബാബു ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ജോസി, ഈ 2 സീറ്റുകൾ കേരള കോൺഗ്രസിൽ നിന്നും ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി സീറ്റുകൾ ഏറ്റെടുക്കാൻ എന്തൊക്കെ പ്രതീക്ഷകളാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ സീറ്റുകളിൽ വെച്ച് പുലർത്തുന്നത്? കേരള കോൺഗ്രസിന്റെ പ്രതികരണം എങ്ങനെയാണ്? ജീന, കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തിക്ക് പുറമെ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന 2 സീറ്റുകളാണ് UDFൽ, ചങ്ങനാശ്ശേരിയും ഏറ്റുമാനൂരും. പക്ഷേ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിലേക്ക് പോയതിനു ശേഷം ഇസ്ഥലങ്ങളിലൊക്കെയും UDFനൊരു വീക്കം സംഭവിച്ചു എന്നതാണ് UDFന്റെ വിലയിരുത്തൽ. ഇനി കൈപ്പത്ത് ചിഹ്നത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണെങ്കിൽ അത് ഗുണകരമാകുമെന്നുള്ളൊരു വിലയിരുത്തലിലാണ് കോട്ടയം DCC നേതൃത്വവും നേതാക്കളുമുള്ളത്. അത്തരത്തിലുള്ളൊരു ആശയം പരസ്പരം നേതാക്കൾക്കിടയിൽ ചർച്ച ചെയ്യുന്നുമുണ്ട്. ഈ തീരുമാനം സംസ്ഥാന UDF നേതൃത്വത്തെ അറിയിക്കാനാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം. പ്രധാനമായും ചില സാമുദായിക ഘടകങ്ങളും അതോടൊപ്പം തന്നെ വിജയസാധ്യതയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ ഉണ്ടാകുമെന്നതാണ് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ ഈ ആവശ്യത്തിന് തുടക്കത്തിൽ തന്നെ തടയിടുകയാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ മോൻസ് ജോസഫിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ പങ്കുവച്ചത്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ തവണത്തെ തൽസ്ഥിതി തന്നെ തുടരും UDFൽ എന്നതാണ് പ്രാഥമികമായി തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാര്യം. UDFനെ ആശയക്കുഴപ്പത്തിലാക്കാനില്ല, പക്ഷേ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിലെല്ലാം തങ്ങൾ ഇത്തവണ മത്സരിക്കുമെന്നാണ് കേരള കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി സീറ്റുകളിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് DCC അധ്യക്ഷൻ നാട്ടകം സുരേഷ്, അതോടൊപ്പം DCC ജനറൽ സെക്രട്ടറി ഗോപകുമാർ, ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച യുവമുഖമായ വൈശാഖ് അടക്കമുള്ളവരുടെ പേരുകൾ കോൺഗ്രസ് ഏറ്റുമാനൂരിൽ പരിഗണിക്കുന്നുണ്ട്. ഏറ്റുമാനൂരിൽ നിലവിലെ സിറ്റിംഗ് MLA മന്ത്രി VN വാസവനാണ്. VN വാസവനോട് ശക്തമായ ഒരു മത്സരം നടക്കണമെങ്കിൽ അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ അജീസ് ബെൻ മാത്യൂസ്, ടോമി കല്ലാനി തുടങ്ങിയ നേതാക്കളുടെ പേരും ചങ്ങനാശ്ശേരിയിൽ കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഈ 2 സീറ്റുകളുടെ കാര്യത്തിലും യാതൊരു തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിട്ടില്ല എന്നാണ് മോൻസിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ 2 സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന പക്ഷം കോൺഗ്രസ് മത്സരിക്കുന്ന പൂഞ്ഞാർ സീറ്റ് കേരള കോൺഗ്രസിന് നൽകാമെന്നൊരു അഭിപ്രായവും കോൺഗ്രസ് പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളത് പ്രാഥമിക ചർച്ചകൾ ജില്ലാ നേതൃത്വത്തിൽ മാത്രമാണ് നടക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിൽ UDF ഇത് സംബന്ധിച്ചൊരു ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രമേ ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനമാകൂ എന്ന് കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഉഭയകക്ഷി ചർച്ചയിലൂടെ അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് DCC നേതൃത്വമുള്ളത്. ജീന, അതായത് പ്രചരിക്കുന്നത് അഭ്യൂഹം മാത്രമാണെന്നാണോ കേരള കോൺഗ്രസിന്റെ പ്രതികരണം? അങ്ങനെയാണെങ്കിൽ ഇതിലൊരു തർക്കത്തിന് വഴിവെക്കാൻ സാധ്യതയുണ്ടോ? ഒരു അനുനയ നീക്കമായി മറ്റ് സീറ്റുകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സീറ്റുകൾ നൽകി തർക്കം ഒരു പരിഹാരത്തിലേക്ക് എത്താനോ അത്തരത്തിലൊരു നീക്കത്തിലൊക്കെ കോൺഗ്രസ് കടക്കാൻ സാധ്യതയുണ്ടോ? ജീന, തീർച്ചയായും മധ്യ കേരളത്തിൽ കൂടുതൽ സീറ്റ് ഉറപ്പിക്കേണ്ടതുണ്ട് UDFന്. കഴിഞ്ഞ തവണത്തെ ക്ഷീണം തീർക്കണം. അതോടൊപ്പം തന്നെ ഭരണത്തിൽ തിരികെ വരണമെങ്കിൽ മധ്യ കേരളത്തിൽ കൂടുതൽ സീറ്റുകളിൽ വിജയിക്കണം. അത് കൂടുതലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കണമെന്നുള്ളൊരു ആവശ്യം കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട്. നേരത്തെ നമ്മുടെ ഇടുക്കിയിൽ നിന്നും സമാനമായ രീതിയിലുള്ള വാർത്ത വന്നതാണ്. ഇടുക്കി സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ചർച്ചകൾ അവിടെയും നടന്നിരുന്നു. അവിടെയും കേരള കോൺഗ്രസ് അതിന് തടയിടുന്നതാണ് കണ്ടത്. നേരെ മറിച്ച് കോട്ടയത്ത് വരുമ്പോഴും സമാനമായ രീതിയിലുള്ള തർക്കങ്ങളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതിരോധമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. 2 സാധ്യതകൾ, പ്രധാനമായും സാമുദായികമായ ചില പരിഗണനകൾ, അതോടൊപ്പം തന്നെ വിജയസാധ്യത, ഇത് രണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇത്തരമൊരു ചർച്ചകളും നീക്കവും നടത്തുന്നത്. പക്ഷേ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ മുളയിലെ ആ നീക്കങ്ങളെ നുള്ളിക്കളയുകയാണ് കേരള കോൺഗ്രസ്. കോൺഗ്രസ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് ഈ ഘടകകക്ഷികൾ അല്പം ത്യാഗം സഹിച്ചാൽ മാത്രമേ മുന്നണിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ. കൂടുതൽ പ്രാതിനിധ്യത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുകയും അല്ലെങ്കിൽ തെരടുവലികൾ നടത്തുകയും തർക്കങ്ങൾ ഉണ്ടാകുകയും ചെയ്താൽ നിലവിലുള്ള
വിജയ അന്തരീക്ഷത്തെ അത് ബാധിക്കും. അതുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ ഘടകകക്ഷികൾ നടക്കുന്ന പക്ഷം മാത്രമായിരിക്കും UDF അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്നുള്ളത് കോൺഗ്രസ് ഘടകകക്ഷികളെ അറിയിക്കും. ഇക്കാര്യത്തിൽ മധ്യകേരളത്തിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കണം. അത് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് ഈ ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ സീറ്റുകളിലും അത് ഏറ്റെടുക്കുവാനുള്ള കോൺഗ്രസ് നീക്കത്തിന് പിന്നിൽ. ജീന.